ഈ വളകി മനസ്സിലാക്കിയിട്ട് സമസ്തന്റെ ആളുകൾ പങ്കെടുക്കരുത് എന്നാണ് സമസ്ത ആപ്പാക്കിയത്. ഒരു പാലക്കാട്ടെ വാസം പങ്കെടുത്ത ഭൂമിയിൽ എത്ര എടുത്ത് കൂടിയാരെയും കൂടിയണം. അപ്പോ ഇന്ന് വരെ ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പേര് പറഞ്ഞ് ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്തി ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി പിന്നെ പറഞ്ഞിട്ടോ പാണക്കാട് തങ്ങൾ സമസ്തന്റെ ആളല്ല. ഈ പറയുന്നത് അപ്പുറത്തെ സമസ്തന്റെ ജനറൽ സെക്രട്ടറി സൈനുദ്ദീൻ മുസ്ലിയാർ. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, എന്താ പാണക്കാട് തങ്ങൾ ചെയ്ത തെറ്റ്? മുഖ്യധാരാ മുസ്ലിങ്ങളായ സുന്നികൾ യോജിച്ചു കാണണം എന്ന EK ഉസ്താദിന്റെ അഭിലാഷം നിറവേറ്റാൻ വേണ്ടി ചിന്തിച്ചു, പ്രവർത്തിച്ചു, നേതൃത്വം കൊടുത്തു. അല്ലാഹു തആല പാണക്കാട് തങ്ങളുടെയും EK ഉസ്താദിനെയും ഖബറിടം വെളിച്ചമാക്കട്ടെ. മുസ്ലിം ഉമ്മത്ത് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കണം, എന്തിനാണ് ഈ സമുദായത്തിൽ ഇവർ ഭിന്നിപ്പുണ്ടാക്കുന്നത്? എന്നാൽ അയാൾ പറഞ്ഞ വിഷയം കേട്ടങ്ങള്, ഞങ്ങളെ സമസ്ത തീരുമാനിച്ചിരിക്കുന്നു. എന്ത്? AP വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. സമസ്ത തീരുമാനിക്കേണ്ടത് ശറഇന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ. സമസ്തയാണെങ്കിലാ ചോദ്യം. സമസ്തയാണെങ്കിലാ ചോദ്യം. അള്ളാന്റെ റസൂലിനെ തള്ളിയിട്ടൊരു സമസ്ത ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പഠിപ്പിച്ചത്? ഫതുഹുൽ മുഈൻ നോക്കി വായിക്കാ. കാരണം നമ്മൾ സുന്നികളല്ലേ, ഫിഖഹിന്റെ കിതാബല്ലേ, തെളിവ് വേറുണ്ട്. വയഹ്റുമുൽ ഹജ്റു ബിഹി, മിണ്ടാതെ പിണങ്ങി നിൽക്കുന്നത് ഹറാമാണ്. വലൗ ലിഗൈരി സൗജതി, അത് ഭാര്യനോടല്ലെങ്കിലും ഭാര്യനോടും മിണ്ടാതിരിക്കാൻ പാടില്ല. മിണ്ടാതെ പിണങ്ങി നിൽക്കൽ ഹറാമാണ്. ഫൗഖ സലാസതി അയ്യാമിൻ, 3 ദിവസത്തിലധികം ഒരു മുഅ്മിനും മറ്റൊരു മുഅ്മിനും തമ്മിൽ മിണ്ടാതിരിക്കൽ പിണങ്ങൽ ഹറാമാണ്. ലിൽ ഖബരി സ്വഹീഹി, സ്വഹീഹായ ഹദീസ് അതിന് തെളിവാണ്. ഫതുഹുൽ മുഈൻ എന്താ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ലാ യഹല്ലു ലി മുസ്ലിമിൻ, ഒരു മുസ്ലിമിനും ഹലാലല്ല, അൻ യഹ്ജുറ അഖാഹു, അവന്റെ സഹോദരനോട് പിണങ്ങൽ, ഫൗഖ സലാസത്തിൻ, 3 ദിവസത്തിൽ കൂടുതൽ, ഫമൻ ഹജറ ഫൗഖ സലാസിൻ, 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിന്നാൽ ദഖലന്നാർ, അവൻ നരകത്തിൽ കടന്നു കഴിഞ്ഞു. സഹീഹായ ഹദീസ്. അപ്പൊ സമസ്ത ജനങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സംഘടനയാണോ അല്ല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സംഘടനയാണോ? ചോദ്യം നമ്പർ 1 കുറിച്ചു വെച്ചോ. ഇനി സഹോദരന്മാരെ, ഇതുകൊണ്ട് തീർന്നോ? പാണക്കാട് തങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് ഇവരെന്താ ചെയ്തതെന്നറിയോ? കണ്ടോ നിങ്ങൾ? ഫിത്തിരക്കാര് ഒരു സാധനം ഇറക്കിയിരിക്കുന്നത് കേരള നാട്. ഇതിന്റെ തുടക്കം എന്താ? ലാവുലിൻ പിണറായി ഉന്നത കള്ളൻ. ഇതിന്റെ മുകളിലുള്ള 1ാമത്തെ വാചകാണ്. ഇത്ര സംസ്കാരമില്ലാത്ത ഒരു വിഭാഗം. അതിപ്പോ വേണമെങ്കിൽ പറയും പിണറായിന്റെ ആളായതുകൊണ്ട് പറയാം. ഞാൻ പിണറായിന്റെ ആളുമല്ല, ഒരാളാളുമല്ല. അതേസമയത്ത് ഉമ്മൻചാണ്ടിയുടെ ആളുമല്ല. ഞാൻ സുന്നി പ്രവർത്തകനാണ്. ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിൽ അപ്പുറം ഒരു രാഷ്ട്രീയവും ഇല്ലട്ടോ. പക്ഷേ ഞാൻ പറയുന്നത്, പിണറായി ആണെങ്കിലും ഒരു സംസ്കാരം കാണിക്കണ്ടേ ഇവര്? പിണറായി എതിരാളിയായിരിക്കാം, ഒരു സംസ്കാരം വേണ്ടേ മനുഷ്യന്മാർക്ക്? കേരള നാട് 2009 ഫെബ്രുവരി 55 കേരള നാട് കൂട്ടായ്മ മാസിക. അടുത്തത് എന്താ? ഒരു പച്ചക്കൈ, അതിന് മുകളിൽ വെളുത്ത ഒരു ചന്ദ്രക്കലയും നക്ഷത്രവും. എന്താണ് ഇതിന്റെ ഹെഡിങ്? ഇതിന്റെ പുറത്തുള്ള ചട്ടയമ്മലുള്ളത്, കാരന്തൂരിലേക്ക് അകലം കുറക്കുമ്പോൾ പാണക്കാട്ടേക്ക് അകലം കൂടിയേക്കും. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഭീഷണിപ്പെടുത്തുക. എന്നിട്ട് അതിന്റെ നേരെ ഇപ്പുറത്ത് അകത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും കാന്തപുരം ഉസ്താദും ഒന്നായിരുന്ന് സ്വകാര്യം സംസാരിക്കുന്ന ഒരു ചിത്രം. എന്നിട്ട് അതിന്റെ ചുവടെ കാരന്തൂരിലേക്ക് അകലം കുറയുമ്പോൾ പാണക്കാട്ടേക്ക് അകലം കൂടും. സുന്നികളെ, എന്നിട്ട് ഒരു ചോദ്യചിഹ്നം. ഇത് ശിഹാബ് തങ്ങളെ പറയുന്നത്. സുന്നികളെ ഒരു നുകത്തിന് കീഴിൽ കെട്ടി തെരഞ്ഞെടുപ്പ് കണ്ടത്തിൽ നിന്ന് ജയിച്ചു കയറാമെന്ന ക്ലാവ് പിടിച്ച വികല രാഷ്ട്രീയ ചിന്തകർ അറിയുന്നുണ്ടോ വിഷയങ്ങളുടെ തുടക്കവും ഒടുക്കവും? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കേരളീയർ മുഴുവൻ പഠിച്ചിട്ടും ചിലർക്ക് പഠിക്കാനാവുന്നില്ലെങ്കിൽ അസുഖം വേറെയാ. സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ പറ്റിയല്ലേ എഴുതിയത്? ഇനിയും കേട്ടോളി, ഇനി പറയുന്നതാ കേട്ടോ. ഫാറൂഖ് കാന്തപുരത്തേക്കുള്ള യാത്രയിൽ കാരന്തൂരിലേക്ക് അകലം കുറക്കാൻ ചില